എങ്ങനെയുണ്ട് മുനിപ്പാറ? മുനിപ്പാറ കൊള്ളാം. പക്ഷെ മുനി ഇവിടെ എന്തിനാ വന്നിരുന്നത് തപസ് ചെയ്തത്? മുനി എന്തെങ്കിലും ആവശ്യത്തിന് മുനി പോയ വഴിക്ക് റെസ്റ്റ് ചെയ്തായിരിക്കും. കല്ലടി വെള്ളച്ചാട്ടം കൂടെ നിന്നാൽ കാണാൻ നല്ല വലിയ വെള്ളച്ചാട്ടം. ഈ റബ്ബർ നിൽക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരു ഹോം സ്റ്റേ ഉണ്ട്. ആ മരം ചെയ്യത്തില്ലേ, ആ മരം നിൽക്കുന്നിടത്ത് സ്റ്റേ ഉണ്ട്. ഒരു 10 പേർക്ക് താമസിക്കാൻ പറ്റും. കല്ലിൻ്റെ ഇതാണ് 3 ആകളാണ്. അത് കാലപ്പഴക്കം കൊണ്ട് ഒടിഞ്ഞു പോയി. ഇതുണ്ട് കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കയറിയിരിക്കുന്നത് ഒടിഞ്ഞു പോയി. പിന്നെ ഈ ജംഗിൾ സഫാരിയൊക്കെ വരുമ്പോൾ 60-70 പേരൊക്കെ ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന ഫോട്ടോ എടുക്കും. ഒരു 2500 വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഈ സംഭവത്തിൽ. പിന്നെ ഇന്നത്തെ ആദിവാസി വലിയ വേനൽക്കാലത്ത് പായസം വെക്കും, മഴ പെയ്യും. എല്ലാം 1-ാം തീയതി വെള്ളം ഇവിടെയും രാത്രി ഇവിടെയും രാത്രി വരും. നമുക്ക് ഗസ്റ്റുകൾ തന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി പോകാനായിരിക്കും. ഇന്ന് എനിക്ക് നൈറ്റിൽ ഓട്ടം ഉണ്ട്. 300 വീട് അവിടെ കുന്നുനാക്കി. സർക്കാർ ഇപ്പോൾ പുതിയ വീടുകൾ കൊടുക്കുന്നുണ്ട്. പുതിയ വീടുകളല്ല, നിങ്ങൾ കയറി വന്ന മാമലക്കണ്ടത്തേക്ക് വന്ന എൻട്രൻസ് ഇല്ലേ, അതും ഈ ആദിവാസി മേഖലയായിട്ട് വരും. അവിടെ ഉണ്ട് ഒരു 100ഓളം കുടുംബങ്ങളുണ്ട്. അല്ലെ വിളക്ക് കത്തിക്കുന്നതിന്റെ വിശ്വാസം പണ്ട് പായസം വെച്ച മഴ കഴിച്ചു എന്ന് പറഞ്ഞൊരു വിശ്വാസം ഉണ്ടല്ലോ. അതങ്ങനെ തുറന്നു പോകുന്നതിൻ്റെ ഒരു ഭാഗം. ആർക്കിടെക്ചറില് സംതിങ് അൺഎക്സ്പ്ലെയിനബിൾ. ഇത് ഇവരെ എങ്ങനെ കൊണ്ടുവച്ചു, ഇത്രയും വലിയൊരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവച്ചതാണ് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആണ്. തന്നെ വന്ന കഷ്ടം. അപ്പോൾ ഇവിടെ തീയിട്ട് കഴിയുമ്പോൾ വേറെ സ്ഥലത്തേക്ക് തീ കടന്നു പോകും. നല്ല സേറ്റിൻ്റെ അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ തീ ഇങ്ങനെ പടർന്ന് കയറി പോകും മലയിൽ. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രദേശം മാത്രം കഴിച്ചു കളയും.